ഈ ഒരു ഹുണ്ടായുടെ ഒരു മെഷീൻ കണ്ട സുഹൃത്തുക്കളെ, 2019 ഈ ഒരു AC ക്യാബിനുള്ള ഈ ഒരു ടൈപ്പ് മോഡൽ വണ്ടി നിലവിൽ കേരളത്തിൽ ഒക്കെ ലോഞ്ചായി വരുന്നത്, ശരിക്കും പറഞ്ഞാൽ സെയിലായി വരുന്നത്. അപ്പോൾ ഈ ഒരു മെഷീൻ കൊണ്ടുവന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AC ക്യാബിനുള്ള മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ കാനോപ്പി മെഷീൻ ഉണ്ടായിരുന്നതിന് ചൂട് കൂടുതലായിരുന്നു എന്നുള്ളൊരു പ്രശ്നം കാരണം. അതുകൊണ്ട് ആം ലെങ്ത് ഒക്കെ കണ്ടോ, നല്ല സൈസ് ആം ലെങ്താണ് വന്നേക്കുന്നത്. ന്യൂ ഹോളണ്ടിൻ്റെ സെയിം അതേ മെഷീൻ തന്നെയാണ് നിലവിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി ഓരോന്നെടുക്കുമ്പോഴത്തേക്കും ചിലത് ഇവിടെ ഒഴിവാക്കും, ചിലത് ഇവിടെ കൂട്ടും, അങ്ങനെയുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇന്ത്യക്കാർക്ക് നിലവിലൊന്നും കൂടി കിട്ടിയിട്ടില്ല, എല്ലാം കുറഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ സംവിധാനം. ഈ മെഷീൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ, പമ്പ് വന്നിട്ട് 2 വേരിയബിൾ പിസ്റ്റൺ വിത്ത് സിംഗിൾ ഗിയർ പമ്പ് ആണ് ഇനി വരുന്നത്. 2 പിസ്റ്റണും പൈലറ്റ് വന്നിട്ട് ഗിയർ പമ്പ്, കുട്ടി ഗിയർ പമ്പോട് കൂടിയ ഒരു മെഷീനാണ്. ഇവൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം വന്നിട്ട് ഇത് ചെയ്യുന്നത്. അതും ലോഡ് സെൻസിങ് ആണ്. ലോഡ് അനുസരിച്ച് ഹൈഡ്രോളിക് ഫ്ലോ കാര്യങ്ങൾ, മൈലേജൊക്കെ കൂട്ടാനായിട്ടുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഈ മെഷീൻ്റെ ഒരു സിസ്റ്റം നിലവിൽ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇങ്ങോട്ട് വന്നതും. പക്ഷേ പറയുന്നത്ര മൈലേജ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു 3000 വരെയാണ് RPM ഇത് കാണിച്ചേക്കുന്നത്, മീറ്റർ കാണിച്ചേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും 2.25 ലിറ്റർ 3 ലിറ്റർ മുകളിലേക്കുള്ള ഒരു കുടിയായിരുന്നു ഈ വണ്ടി ഉണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ളൊരു പാഠവും ബാക്കിയുള്ളവർ പറഞ്ഞുള്ള ഒരു അറിവും. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ, അഡ്വാൻറ്റേജ് യാൻമാറിൻ്റെ എൻജിനാണ്. പക്ഷേ ഇതിനുള്ളിൽ നിന്ന് ചൂട് പുറന്തള്ളി കളയാനായിട്ടുള്ളൊരു സംവിധാനം എന്ന് പറയുമ്പോൾ അത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്തോ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഈ ഒരു മെഷീൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം. ചൂട് കൂടുന്നത് മൂലം ഓറിങ്ങുകൾ നിൽക്കാതെ വരിക, കൺട്രോൾ വാൽവിൻ്റെ ഓറിങ്ങുകൾ, ഓസ് പൊട്ടൽ കൂടുതലായിട്ട് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഒത്തിരി ആൾക്കാർ ഇങ്ങനത്തെ മെഷീനുകൾ മേടിച്ച ഒത്തിരി ആൾക്കാർ ഇത് കൊടുത്ത് നിലവിൽ അവരിത് ചെയ്തിട്ടുണ്ട്. ചില മെഷീനുകൾക്ക് പ്രശ്നമില്ല താനും. അതിനുള്ള പ്രശ്നമില്ലാത്തതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ്രോളിക് കൂളറിൻ്റെ സൈഡിൽ ഇതിൽ വരുമ്പോൾ റേഡിയേറ്റർ കാര്യങ്ങൾ, AC കണ്ടൻസർ കാര്യങ്ങളെല്ലാം വരുന്നത്, ഹൈഡ്രോളിക്കിൻ്റെ കൂളറെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നിലവിൽ എക്സ്ട്രാ ഒരു ഫാൻ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഹൈഡ്രോളിക്കിൻ്റെ കൂളർ വലുതാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ള ചൂട് കുറയ്ക്കാൻ പറ്റുന്ന മെയിനായിട്ടുള്ള ഒരു മാർഗ്ഗം. ഹൈഡ്രോളിക്കിൻ്റെ ഓയിൽ ചൂടാവുന്നത് മൂലമാണ് ഈ വണ്ടിക്ക് ചൂട് കൂടുന്നത് മെയിനായിട്ട്. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ മെയിൻ പ്രശ്നങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. അതാണ് ഞാനൊരു ഇതിൻ്റെ ഒരു ഇത് വെച്ച് നമ്മളൊരു റിസർച്ച് പോലെ വെച്ച് കണ്ടുപിടിച്ചേക്കുന്ന ഒരു കാര്യം. ഓയിൽ ചൂടാകുമ്പോൾ ക്യാബിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഓയിലിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എൻജിൻ്റെ ചൂട് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള മെഷീനുകൾ എല്ലാത്തിനും ഇങ്ങനെ ഇതേപോലെ ചൂട് പോകാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം പുറത്തേക്ക് കവറിൻ്റെ ഇടയ്ക്കൂടെ എല്ലായിടത്തും ഇവിടെ ഇതേപോലെ ഗ്രില്ലുകൾക്കിടയിലെല്ലാം ഗ്യാപ്പ്, ഇതേപോലെ സ്പേസ്, ഇങ്ങനത്തെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷേ ക്യാബിന് ഇത് അടച്ച് ക്ലോസും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ ചൂട് വരുന്ന പറയുമ്പോൾ ഈ പൈലറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇവിടെ ഓയിൽ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. കാരണം വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പുഷ് ബട്ടണും കാര്യങ്ങളും, ഇതെല്ലാം ഹൈഡ്രോളിക്കിൻ്റെ ലിവറിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ വരുന്നത്. അപ്പോൾ ഓയിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചൂട് കയറും ഓട്ടോമാറ്റിക്കലി. ഡോസർ ബ്ലേഡിൻ്റെ ലിവർ കൺട്രോൾ ഇവിടെ എല്ലാം ഓയിലിൻ്റെ ഇതാണ് വന്നേക്കുന്നത്. ട്രാക്കിൻ്റെ ഇതിൻ്റെ ഇവിടെ ഓയിലിൻ്റെ ഇതാണ് വന്നേക്കുന്നത്. ബ്രേക്കറിൻ്റെ ഈ ഭാഗത്ത് ഇതിൽ ഓയിലിൻ്റെ ഇതാണ് വന്നേക്കുന്നത്. എല്ലായിടത്തും ഹാഫ് സ്വിങ്ങിൻ്റെ ഇവിടെ എല്ലായിടത്തും ഓയിലിൻ്റെ എല്ലാ സംവിധാനവും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടണുകളും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചൂട് കൂടാനായിട്ട് മെയിനുള്ള കാര്യം എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ഓയിലിൻ്റെ ചൂട് കൂടുന്നതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കമ്പനി ഈ കാണുന്ന AC ഈ കൂളറും കാര്യങ്ങളും ഇതെല്ലാം വെച്ച് വിട്ടിട്ടും അത് പെട്ടെന്ന് ഡാമേജ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചൂട് കൂടിയിട്ട് നിലവിൽ കംപ്രസറിൻ്റെ ക്ലച്ച് പോകുന്നുണ്ട്. കംപ്രസറിൻ്റെ ക്ലച്ച് ഡാമേജ് ആയി പോയിക്കൊണ്ടിരിക്കും. AC ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നില്ല, AC കിട്ടുന്നില്ല, ഇതിൻ്റെ AC കൊണ്ട് ഒരു ഗുണമില്ലാന്ന് പല ആൾക്കാരും അവകാശപ്പെടുന്നുണ്ട്. പല വണ്ടികൾക്ക് AC കംപ്ലൈൻ്റ് ആയിട്ടാണ് മെയിനായിട്ടും കാണുന്നത്. പിന്നെ ഉള്ള ആകെ ചെയ്യാനുള്ള വെച്ചാൽ പിന്നെ ഓസ് കാര്യങ്ങൾക്കെല്ലാത്തിനും ഇതിനുള്ള അഴിക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി മറ്റ് മെഷീനുകളെ അപേക്ഷിച്ച് ഇച്ചിരി പാട് മെയിൻ്റനൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാബിൻ നമുക്ക് ടിൽറ്റ് ഇങ്ങോട്ട് മറിക്കാൻ പറ്റത്തില്ല. സാക്സസ് 33, പിന്നെ ഇതിൻ്റെ പുതിയ മെഷീൻ HX 35 ഉള്ളൊക്കെ ക്യാബിൻ നമുക്കിങ്ങനെ ഈ ലോറിയുടെയൊക്കെ പോലെ ഇങ്ങോട്ട് ഇങ്ങനെ മറിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ അത് അഴിച്ചെടുക്കാൻ പറ്റും. സാക്സസ് 33 ടക്കിയോച്ചിയുടെ മെഷീനൊക്കെ ക്യാബിൻ മറിച്ച് നമുക്ക് അതിൻ്റെ അടിയിലുള്ള മെയിൻ്റനൻസുകൾ കാര്യങ്ങൾ, ഓസുകളെല്ലാം എന്തെങ്കിലും ഓറിങ്ങി പോയിട്ടുണ്ട്, ഓസ് പൊട്ടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓറിങ്ങുകൾ മാറ്റാനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനുള്ളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആം ലെങ്ത്ത്, ബൂം ലെങ്ത്ത് എല്ലാം ഉള്ള അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു
മെറ്റീരിയൽ സ്ട്രക്ചറാണ് ഈ മെഷീൻ വന്നേക്കുന്നത്.